Hi all, today we will discuss about BPR, Business Process Re-Engineering. നമ്മൾ ഇന്ന് ഫിഫ്ത്ത് മോഡ്യൂൾ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഫിഫ്ത്ത് മോഡ്യൂൾ ഇസ് ഓൾ അബൌട്ട് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് BPR. BPR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. വി ഓൾറെഡി discussed it in fourth module. Enterprise resource planning അതിൻ്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ BPR പറഞ്ഞിരുന്നു. വാട്ട് ഈസ് BPR? ഫസ്റ്റ് ഓഫ് ഓൾ, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് BPR is a systematic disciplined approach to reducing organizational cost and redundant business processes involving the analysis of existing human and automated workflows. ഓക്കെ, എന്താണ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്? ഹിയർ ഈസ് ദ റീ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ. റീ എഞ്ചിനീയറിംഗ് ഈസ് ദ മോസ്റ്റ് കോമൺലി ഡിഫൈൻഡ് ആസ് ദ റീഡിസൈൻ ഓഫ് ബിസിനസ് പ്രോസസ്സസ്, റീഡിസൈൻ ഓഫ് ബിസിനസ് പ്രോസസ് ആൻഡ് ദ അസോസിയേറ്റഡ് സിസ്റ്റംസ് ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ടു അച്ചീവ് എ ഡ്രമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ബിസിനസ് പെർഫോമൻസ്. ഇറ്റ് ഈസ് ദ എക്സാമിനേഷൻ ആൻഡ് ചേഞ്ച് ഓഫ് 5 components of the business strategy, process, technology, organization and culture. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൽ നമുക്കറിയാം ബിസിനസ് എന്താണെന്ന് അറിയാം. ഓരോ ബിസിനസ്സിലും, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനായാലും ഓരോ ഓർഗനൈസേഷനായാലും ഒരുപാട് ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ടാവും. അതും നമുക്കറിയാം. അപ്പം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട വാക്ക് റീ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, വി ഓൾ നോ വാട്ട് ഈസ് ബിസിനസ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, ബിസിനസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ പല ബിസിനസ്സിൽ പ്രൊഡക്ഷൻ ഉണ്ട്, അത് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, വെയർ ഹൗസുകളുണ്ട്, സ്റ്റോക്ക് ബിസിനസ് ഉണ്ട് അവിടെ. അതുകൂടാതെ സൂപ്പർ മാർക്കറ്റിലുണ്ട്, മാളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്, പ്രോസസ്സുകളുണ്ട്. ഓരോ ബിസിനസ് എൻവയറമെൻറ്റിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ട്. സോ ബിസിനസ് പ്രോസസ്, വാട്ട് ഈസ് റീ എഞ്ചിനീയറിംഗ്? റീ എഞ്ചിനീയറിംഗ് ഈസ് ഈക്വൽ ടു ദ റീഡിസൈൻ ഓഫ് ബിസിനസ് പ്രോസസ്സസ്. Okay, redesign of the business processes and the associated systems and organizational structures to achieve a dramatic improvement in business performance. ഒറ്റ എയിം ഉള്ളതിന് എന്താണ്? ഡ്രമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ബിസിനസ് പെർഫോമൻസ്. എന്താണ് ഡ്രമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് സംരംഭം ലോസിലാണ് പോകുന്നെങ്കിൽ അതിനെ പ്രോഫിറ്റിലേക്ക് ആക്കാം, പ്രോഫിറ്റിലാണ് പോകുന്നെങ്കിൽ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡ്രമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ്. എല്ലാവരും ബെറ്റർമെൻറ്റാണ് ആഗ്രഹിക്കുന്നത്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും ഡെവലപ്പ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. റൈറ്റ്. സോ ദ റീ എഞ്ചിനീയറിംഗ് ഈസ് ഈക്വൽ ടു ദ റീഡിസൈൻ ഓഫ് റീഡിസൈൻ. ഓക്കെ, നമുക്കതിനെ എങ്ങനെ അബ്രിവേറ്റ് ചെയ്യാം BPRനെ? ഇറ്റ് ഈസ് ദ എക്സാമിനേഷൻ ആൻഡ് ചേഞ്ച് ഓഫ് 5 components ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൽ മെയിനായിട്ട് 5 കമ്പോണൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമിനേഷൻ എന്താണ് നടക്കണമെന്ന് ഇവാലുവേഷൻ എക്സാമിനേഷൻ എത്തും. ആൻഡ് ചേഞ്ച്, അത് നല്ല രീതിയിലേക്ക് പോസിറ്റീവ് നല്ല രീതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് ആ ബിസിനസ്സിലെ 5 components? 1 strategy, 2 process, 3 technology, 4 the organization and 5 the culture. ഓക്കെ, ഈ 5 കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ, ഒരു ഓർഗനൈസേഷനെ എങ്ങനെ ബെറ്റർമെൻറ്റിലേക്ക്, കൂടുതൽ ബെറ്റർമെൻറ്റിലേക്ക്, ലോസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്രോഫിറ്റിലേക്ക് ആക്കാം, പ്രോഫിറ്റിലാണെങ്കിൽ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക, ഇനി നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിലേക്ക് മാറ്റാം. ബെറ്റർമെൻറ്റ്, എല്ലാം ബെറ്റർമെൻറ്റിലേക്കാണ് എല്ലാവരും ഡെവലപ്പ് ചെയ്യാനായിട്ട് ബെറ്റർമെൻറ്റിന് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് റീ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഇതാണ് റീ എഞ്ചിനീയറിംഗ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ ഫസ്റ്റ് ഡെഫിനേഷൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം BPRനെ. വൺ ഓഫ് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് എനി ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ടു പ്രൊഡ്യൂസ് ദ ബെസ്റ്റ് പോസിബിൾ റിസൾട്ട്സ് ടു ദ ഓർഗനൈസേഷൻ ബൈ എലിമിനേറ്റിംഗ് ദോസ് പ്രോസസ്സസ് വിച്ച് ആർ നോട്ട് സെൻട്രൽ ടു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബൈ ചേഞ്ചിങ് ദോസ് പ്രോസസ്സ് വിച്ച് ആർ സെൻട്രൽ. ഓക്കെ, ഈ BPR കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വി ആർ വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് പറഞ്ഞാലും വി ആർ ബേസ്ഡ് അപ്പോൺ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഈ ഇൻഫോർമേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
എല്ലാ പ്രോസസ്സിനെയും എന്ത് ചെയ്യുന്ന സെൻട്രലൈസ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി സെൻട്രലൈസ്ഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യണം, അത് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ഏതൊരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെയും മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെയും മോട്ടീവ് എന്ന് പറയുന്നത്. റൈറ്റ്, വി ആർ whatever it is, if you are discussing about business process engineering, if you are discussing about database management system, if you are discussing about enterprise resource planning, whatever it is, the base is MIS, management information system. ഓക്കെ, ഏതൊരു സിസ്റ്റത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻഫോർമേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് ആഡ് ഓൺ ചെയ്യാന്നുള്ളതാണ്. എന്തിനാണ് ഈ ആഡ് ഓൺ ചെയ്യണത്? ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താ? ഓൾ ദ പ്രോസസ് മസ്റ്റ് ബി സെൻട്രലൈസ്ഡ്. There in each and every institution or organization there must be a centralized system to manage all the business processes. അതുതന്നെയാണ് ഈ BPRൻ്റെ മീനിങ് എന്ന് പറയുന്നത്. റൈറ്റ്, BPR ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത് all the business processes in an institution or an organization must be centralized. If it is not centralized, then it must be forwarded towards a centralized system. ഏതൊരു സിസ്റ്റത്തിനെ, ഏതൊരു ബിസിനസ് പ്രോസസ്സിനെയും സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറ്റണം, അല്ലാത്തതിനെ മാറ്റണം. അതാണ് ഏതൊരു ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ BPRൻ്റെ മീനിങ് അത് തന്നെയാണ്, ഒരു ക്ലീൻ സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഓക്കെ, ഹിയർ ഈസ് ദ ഡീറ്റെയിൽഡ് strategies involved in business process re-engineering. Right, there is first the different steps are there. Organize different strategies for BPR. Second one, process diagnosis. Third one, process redesign. And 4, process deployment. These 4 are the key aspects of business process re-engineering. Here is the another good definition for a BPR, business process re-engineering, is the fundamental rethinking and radical redesign of business processes enabled by information technology to achieve dramatic improvements in the business performance. That is BPR. വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നതിനാണ് ദിസ് വൺ. ഹിയർ ഇറ്റ് ഈസ് കേട്ടോ. ഓക്കെ, BPR is the fundamental rethinking and radical redesign of business processes enabled by information technology, that is IT, to achieve dramatic improvements in business performance. എന്തിനാണ് IT ഇൻഫോർമേഷൻ സിസ്റ്റം? IT വളരെ ഡെവലപ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ITയുടെ എല്ലാ ഫീച്ചേഴ്സും ബിസിനസ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്രൂ ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ത്രൂ ദ ഹെൽപ്പ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, through the help of enterprise resource planning, now through the support of BPR, business process re-engineering. ഓക്കെ, അപ്പോൾ ഏതൊരു കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ, ഒരു സാധാരണ ബിസിനസ് സിസ്റ്റം ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? അത് ഫണ്ടമെൻ്റൽ റീതിങ്കിങ് ആൻഡ് റാഡിക്കൽ റീഡിസൈൻ ഓഫ് ബിസിനസ് പ്രോസസ്. എല്ലാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു ഓർഗനൈസേഷനിലും നടക്കുന്ന എല്ലാ പ്രോസസ്സുകളുടെയും ഫണ്ടമെൻ്റൽ റീതിങ്കിങ് ആൻഡ് റാഡിക്കൽ റീഡിസൈൻ ഓഫ് ബിസിനസ് പ്രോസസ്സസ് enabled by IT, information technology, to achieve dramatic improvements in the business performance. ITയുടെ ഗുഡ് ആസ്പെക്ട്സ് എല്ലാം ഇൻവോൾവ് ചെയ്ത് ഒരു ഫണ്ടമെൻ്റലായിട്ട് അല്ലെങ്കിൽ കൺവെൻഷനലായിട്ട് നടക്കുന്ന പ്രോസസ്സസ് മെത്തേഡ്സ് എല്ലാം റീഡിസൈൻ ചെയ്ത് IT ആസ്പെക്ട്സിനെ വേണ്ട രീതിയിൽ റീയൂസ് ചെയ്ത് എനേബിൾ ചെയ്ത് ഒരു ഡ്രാസ്റ്റിക് ഇംപ്രൂവ്മെൻറ്റ് ബിസിനസ്സിൻ്റെ പെർഫോമൻസിൽ കൊണ്ടുവരാനായിട്ടാണ് BPR, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എയിം ചെയ്യുന്നത്. ഓക്കെ, BPR is the fundamental rethinking and radical redesign of business processes enabled by information technology IT to achieve a dramatic improvements in business performance. ഓക്കെ, എന്തൊക്കെ വരുന്നു അതിൽ? അതിൻ്റെ കീ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഓർഗനൈസ് ഫോർ BPR. ഓക്കെ, create business process map, priorities areas for improvement, establish process ownership, form BPR team, initiate projects. These all are the steps comes under organize for BPR. നമുക്ക് കൃത്യമായിട്ടുള്ള ആസ്പെക്ട്സ്, കൃത്യമായിട്ടുള്ള ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യണം BPR എനേബിൾ ചെയ്യിക്കുമ്പോൾ. ഓക്കെ.
what is organization for BPR contains, involves creating business process map, identify areas for re-engineering, establish process ownership and initiate projects. Okay, these all are the steps comes under organize for BPR. Okay, right. Then second one, process diagnosis, involves determining requirements, mapping the processes, collecting process performance data and rating processes based on this data. Okay, these steps comes under process diagnosis. ഇത്രയും കാര്യങ്ങൾ പ്രോസസ് ഡയഗ്നോസിസിൽ വരുന്നു. ഓക്കെ, then third one എന്താണ്, പ്രോസസ് റീഡിസൈൻ. ഓക്കെ, പ്രോസസ് റീഡിസൈൻസ്, the steps comes under process redesign are benchmark the processes, develop solutions to close gaps, get buy-in, develop improvement plans. Okay, uses the data collected in process diagnosis to evaluate and develop plans to improve processes. These steps comes under process redesign. And fourth one is process deployment. It involves implementing the process improvement plan, obtaining customer feedback on the results, revising the plans as a appropriate and rolling out the solution across the organizations. These all are the steps comes under process deployment. അങ്ങനെ organize for BPR, process diagnosis, process redesign, process deployment, ഈ മെയിൻ കീ ആസ്പെക്റ്റ് ആണ് ഒരു ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗിൽ ബേസ്മെൻറ്റിലുള്ളത്. ഓക്കെ, ഈ 4 പ്രോസസ്സുകളും പ്രോപ്പറായിട്ട് ഇനീഷ്യേറ്റ് ചെയ്താണ് ഒരു BPR എനേബിൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതൊരു BPR പ്രോസസ് എനേബിൾ ചെയ്യുമ്പോൾ വേണ്ട ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആണ്. ദർ എക്സിസ്റ്റ് 4 ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഫോർ ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. ഫസ്റ്റ് വൺ, ഡിറ്റർമൈൻ ദ സ്ട്രാറ്റജി ബിഫോർ റീഡിസൈനിങ്. കൃത്യമായിട്ട് സ്ട്രാറ്റജി ഡിറ്റർമൈൻ ചെയ്യണം റീഡിസൈൻ ചെയ്യുമ്പോൾ. സെക്കൻഡ് വൺ, റീഡിസൈൻ ഈച്ച് പ്രൈമറി പ്രോസസ്സ്. എല്ലാ പ്രൈമറി പ്രോസസ്സുകളും റീഡിസൈൻ ചെയ്യണം എല്ലാം. ഓക്കെ. തേർഡ് വൺ, ഒപ്റ്റിമൈസ് ദ യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒപ്റ്റിമൈസ് ദ യൂസ് ഓഫ് ഐറ്റിയുടെ യൂസേജ് കൃത്യമായിട്ട് ചെയ്യണം BPR. റൈറ്റ്. ഫോർത്ത് വൺ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഗവേണൻസ് മോഡൽസ് മസ്റ്റ് ബി കോമ്പറ്റബിൾ വിത്ത് ദ പ്രൈമറി പ്രോസസ്സ്. എല്ലാ പ്രൈമറി പ്രോസസ്സുകളും ഉണ്ടാവും ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അതെന്ത് ചെയ്യണം, മീറ്റപ്പ് ചെയ്യണം. എന്തൊക്കെയായിട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചറായിട്ടും ഗവേണൻസ് മോഡലായിട്ടും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കോമ്പറ്റബിൾ ആയിരിക്കണം. ഓക്കെ, ഇതാണ് 4 ഇമ്പോർട്ടൻറ്റ് റൂൾസ് വൈൽ വി എസ്റ്റാബ്ലിഷ് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ there exists mainly 4 key aspects are there while enabling BPR, business process engineering, that are organized for BPR, 2 process diagnosis, 3 process redesign and 4 process deployment. Okay, these 4 all are the basic key aspects of BPR, business process reengineering. How we can design BPR? Business define BPR. A good definition for BPR is business process reengineering. BPR is a systematic, disciplined approach to reducing organizational cost and redundant business process involving the analysis of existing human and automated workflows. Or we can define BPR. BPR is the fundamental rethinking and radical redesign of business processes enabled by information technology for what? To achieve dramatic improvements in the business performance. Okay, ഈ ഡെഫിനിഷൻസ് എല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ഈ 2-3 ഈ ഡെഫിനിഷൻസ് എല്ലാം അപ്ലൈ ചെയ്യാം എവിടെയെങ്കിലും കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. സോ ഹിയർ ബൈ I am concluding the basics of BPR. Okay, we will continue in the next class.